സിനിമ നടി കനകയെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. മലയാളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് ഈ കനക എന്ന് പറയുന്നത്. ചുരുക്കം സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളെങ്കിലും എല്ലാവർക്കും പെട്ടെന്ന് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന തരത്തിലുള്ള ഒരു അഭിനയമായിരുന്നു പുള്ളിക്കാരിയുടെ. മലയാളികൾക്ക് എന്നും ഓർത്തു വെക്കാൻ മാത്രം ഉള്ള കഥാപാത്രങ്ങൾ, രണ്ട് കഥാപാത്രം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണത്. അതിലൊന്ന് ഗോഡ് ഫാദർ എന്ന സിനിമയിലെ മാളു എന്ന കഥാപാത്രം. ആ സിനിമ കണ്ട ഒരാൾ പോലും അത്ര പെട്ടെന്ന് മാളുവിനെ മറക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ വിയറ്റ്നാം കോളനിയിലെ ഉണ്ണിമോള്. അപ്പോ കനക എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ഓടി വരുന്ന ഈ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു. അത്ര അടിപൊളിയായിട്ട് വേറെ ലെവലായിട്ടാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. എന്തിനു പറയുന്നു, ഈ അടുത്താണ് ഞാൻ പുള്ളിക്കാരി തമിഴത്തിയാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് ഇവരൊരു മലയാളിയാണെന്നാണ്. കാരണം ആ ഒരു ലെവലിലായിരുന്നു ഇവരുടെ മലയാള സിനിമയിലെ അഭിനയം എന്ന് പറയുന്നത്. ഒരു തമിഴത്തിയാണെന്ന് പോലും തോന്നിക്കാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു ഇവരുടെ അഭിനയം. ഇവര് കന്നഡ, തെലുങ്ക്, മലയാളം, അതുപോലെ ഒരുപാട് തമിഴ്, എല്ലാത്തിലും ഇവര് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കൂടുതലും അഭിനയിച്ചിരിക്കുന്നത് തമിഴിലാണ്. ചുരുക്കി പറഞ്ഞ ഒരു കാലത്ത് കത്തി നിന്ന നടിയായിരുന്നു കനക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇപ്പോഴത്തെ കനകയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. ഭയങ്കര ദയനീയമാണ് അവരുടെ അവസ്ഥ. പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. വർഷങ്ങളോളമായിട്ട് അടച്ചിട്ട വീട്ടിൽ കഴിയുകയാണ്. ഇവര് വീടിനകത്ത് വെച്ച് മരിച്ചാൽ പോലും നാലാള് അത് അറിയണമെന്നുണ്ടെങ്കിൽ മരിച്ചൊരു 5-6 ദിവസം കഴിയുമ്പോൾ ഒരു ദുർഗന്ധം വരുമല്ലോ. ആ ഒരു ഗന്ധം വന്നാൽ മാത്രമേ പുള്ളിക്കാരി മരിച്ചു എന്നുള്ള വിവരം പുറം ലോകം അറിയത്തുള്ളൂ. ആ ഒരു ലെവലിൽ പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ കഴിയുകയാണ് ഈ പറയുന്ന കനക. അപ്പോൾ പുള്ളിക്കാരി അവസാനമായിട്ട് കണ്ടത് കുട്ടി പത്മിനി എന്ന് പറയുന്ന ഒരു കൂടെ അഭിനയിച്ച ഒരു പുള്ളിക്കാരിയാണ്. അപ്പൊ പുള്ളിക്കാരി ഈ കനകയെ കാണാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്ന കനകയുമായിട്ടുള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോ കണ്ട എല്ലാവരും എന്തോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് കനക മാറിയിരിക്കുന്നത്. ആ ഫോട്ടോ കണ്ട എല്ലാവരും വിചാരിച്ചത് ഇത് കനക തന്നെയാണോ എന്നാണ്. ആ ലെവലിൽ പോലുമാണ് അവർക്ക് രൂപമാറ്റം സംഭവിച്ചത്. അപ്പൊ ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ കനകയെ കുറിച്ച് സംസാരിക്കാനുള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി പത്മിനി ഒരു തമിഴ് ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കനകയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് കനകയെ കാണാൻ പോയതിന്റെ എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരി ഷെയർ ചെയ്തിരിക്കുന്നത്. അത് കേട്ട സമയത്ത് ഒരുപാട് സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. അപ്പൊ എന്തായാലും ആ ഇന്റർവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഈ കനക എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ എത്തിയതെന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ഇന്റർവ്യൂ കാണാം. നമുക്കറിയാം, ഒരു കാലത്ത് തിരക്കേറിയ ഒരു നടിയായിരുന്നു കനക എന്ന് പറയുന്നത്. മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഒക്കെ ഒരുപാട് തിരക്കുകളോടെയാണ് ഈ ഓരോ സിനിമകളും പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് ഇവർ അപ്രത്യക്ഷയാകുകയാണ്. അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് കനകയുടെ അമ്മയുടെ മരണമാണ്. അപ്പോ കനകയുടെ അമ്മയും ഒരു സിനിമാ നടിയായിരുന്നു കേട്ടോ. MGRന്റെ കൂടെയും ശിവാജി ഗണേശന്റെ കൂടെയും എല്ലാം തകർത്ത് അഭിനയിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ദേവിക എന്ന് പറയുന്ന കനകയുടെ അമ്മ. മാത്രമല്ല പുള്ളിക്കാരി മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അമ്മ സിനിമ നടി ആയതുകൊണ്ട് തന്നെ കനകയ്ക്കും സിനിമയിൽ വേഗം തന്നെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അമ്മ വഴിയാണ് പുള്ളിക്കാരി സിനിമയിൽ എത്തിയത്. നല്ല ഒന്നാം തരം നടിയെ പോലെ തന്നെയാണ്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നടിയെ പോലെ തന്നെയാണ് പുള്ളിക്കാരി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇനി കനകയുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കനകയുടെ അച്ഛനും അമ്മയും അകന്നായിരുന്നു കഴിഞ്ഞു. പക്ഷെ കനക വളർന്നത് സ്വന്തം അമ്മയുടെ കൂടെയായിരുന്നു. അച്ഛനുമായി വലിയ അറ്റാച്ച്മെന്റ് ഒന്നും കനകയ്ക്കില്ലായിരുന്നു. ഒരമ്മ കുട്ടിയായിട്ടായിരുന്നു കനക വളർന്നത്. അതുകൊണ്ടാണല്ലോ അമ്മ മരിച്ചപ്പോൾ സിനിമയിൽ നിന്നും വലിയൊരു ബ്രേക്ക് എടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം സിനിമ കരിയർ പോലുമാണ് ഈ അമ്മയുടെ മരണം കൊണ്ട് ബ്രേക്ക് ആയത്. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, അമ്മയും കനകയും തമ്മിലുള്ള ബോണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ അമ്മയുടെ മരണത്തിന് ശേഷം കനക ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. അതിനുശേഷം കുറെ കാലത്തേക്ക് ആരും കനകയെ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കാണ് പെട്ടെന്ന് ഒരു ദിവസം കനക മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. കനകയുടെ ആ സമയത്ത് കോലം കണ്ട് പലരും അമ്പരന്ന് പോയി. അപ്പോ കനക മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. തന്റെ ഭർത്താവായിട്ടുള്ള മുത്തുസ്വാമിയെ കാണാനില്ല. അപ്പൊ പുള്ളിക്കാരനെ കണ്ടെത്തി കൊടുക്കണമെന്ന് പരാതി പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു മീഡിയക്ക് മുന്നിൽ പുള്ളിക്കാരി വന്ന് പറഞ്ഞത്. പക്ഷെ കനകയുടെ ആ ഒരു പരാതി കേട്ടപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം കനകയുടെ കല്യാണം കഴിഞ്ഞത് അതുവരെ ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ കാലിഫോർണിയയിലെ എഞ്ചിനീയർ ആയിരുന്നു കനകയുടെ ഭർത്താവ്. ആ ഭർത്താവിന്റെ കൂടെ 15 ദിവസം മാത്രമാണ് കനക കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പുള്ളിക്കാരനെ താൻ കണ്ടിട്ടേ ഇല്ലെന്നാണ് കനക പറയുന്നത്. ആ ഒരു പരാതിയുടെ സമയത്ത് കനകയുടെ അച്ഛനും ആ ഒരു മീഡിയക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കനകയ്ക്ക് ഭ്രാന്താണ്, കനകയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, അവള് ചുമ്മാ പറയുവാണെന്നാണ്. കനകയുടെ അച്ഛൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് വന്നത്. അവള് ചുമ്മാ പബ്ലിക്കിന് മുന്നിൽ വന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നീട് കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ കനകയുടെ അച്ഛനും കനകയും തമ്മിൽ സ്വത്ത് തർക്കത്തില് വലിയൊരു പ്രശ്നം ഉണ്ടായെന്നുള്ള കാര്യം. കനകയുടെ അമ്മ കണക്കറ്റ സ്വത്തുക്കളാണ് സിനിമയിൽ അഭിനയിച്ച് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്. അതിന്റെ ഏക അവകാശം കനകയായിരുന്നു. പക്ഷെ കനകയുടെ അച്ഛന്റെ നോട്ടം കനകയ്ക്ക് അവകാശപ്പെട്ട സ്വത്തിലായിരുന്നു. ആ സ്വത്ത് തട്ടിയെടുക്കാനാണ് കനകയുടെ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സ്വത്ത് തർക്കത്തിന് പിന്നാലെ കനകയുടെ അച്ഛൻ അമ്മയുടെ സ്വത്തിന്റെ ഒരു വലിയൊരു ഭാഗം തന്നെ അച്ഛൻ കൊണ്ടുപോയി. അത് കനകയെ കൂടുതൽ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടു. അങ്ങനെയാണ് കനക പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും വേണ്ടെന്ന് തീരുമാനമെടുക്കുന്നത്. സ്വന്തം വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ജീവിക്കാൻ തീരുമാനിച്ചു.
അപ്പൊ എന്തായാലും അന്ന് കനകയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ടൊരു ന്യൂസ് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങൾ അരങ്ങുവാഴുന്ന ഇടമാണ് സിനിമാ ലോകം. അത്തരമൊരു കെണിയിൽ അകപ്പെട്ടതിനിടെയാണ് കനക മുത്തുകുമാറിനെ പരിചയപ്പെടുന്നതും. മരിച്ചുപോയ അമ്മയുടെ ആത്മാവുമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് അമുത എന്ന സ്ത്രീ കനകയെ പറ്റിച്ചു എന്നതാണ് പുറത്തുവന്ന വാർത്ത. അമുതയുടെ തന്ത്രങ്ങളിൽ അകപ്പെട്ടുപോയ കനക അമ്മ തന്നോട് പലതും പറയുന്നതായി വിശ്വസിച്ചു. അമുത പറയുന്ന വാക്കുകൾ അക്ഷരം പ്രതി കനക അനുസരിച്ചു. അമുത വഴിയാണ് മുത്തുകുമാറുമായി കനക അടുക്കുന്നത്. അമുതയെ വിശ്വസിച്ച കനകയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പിന്നീട് കനകയെ ആരും കണ്ടില്ല. ചെന്നൈയിലെ രാജ അണ്ണാമലൈപുരത്തുള്ള വീടിനുള്ളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു കനക. ഒരിക്കൽ അടഞ്ഞുകിടന്ന വീടിനുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട അയൽവാസികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും അവരെത്തിയപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കനക അവരെ തിരിച്ചയക്കുകയും ചെയ്തുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് കനക വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് അച്ഛനുമായുള്ള സ്വത്ത് തർക്കത്തെ തുടർന്നാണ്. അന്ന് പതിവിലും കരുത്തോടെ ലോകം കനകയെ കണ്ടു. അമ്മ ദേവികയുടെ അളവറ്റ സ്വത്തിന്റെ ഒരേ ഒരു അവകാശി കൂടിയാണ് കനക. അച്ഛൻ ദേവദാസ് സ്വത്ത് അപഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നും മരിച്ചുപോയ അമ്മയെക്കുറിച്ച് അപവാദം പറയുന്നുവെന്നും കനക പരാതിപ്പെട്ടു. അതിനിടയിലാണ് കനക മരിച്ചുവെന്ന വാർത്തയും വ്യാപകമായി പ്രചരിച്ചത്. അവസാനം താൻ മരിച്ചിട്ടില്ലെന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തി കനക പറഞ്ഞു. അവിടെയും തീർന്നില്ല വ്യാജ പ്രചരണങ്ങൾ. കനകയ്ക്ക് ക്യാൻസർ ആണെന്നും കഥകൾ പരന്നു. അന്ന് ചില അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കനക തനിക്ക് യാതൊരു അസുഖവുമില്ലെന്നും ചികിത്സയ്ക്കായി ആലപ്പുഴയിൽ പോയെന്നുള്ള വാർത്തകൾ വ്യാജമാണെന്നും തുറന്നടിച്ചു. അതിനുശേഷം കനക പൊതുമണ്ഡലത്തിലേക്ക് വന്നതേയില്ല. ചെന്നൈയിലെ വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്നു എന്ന് മാത്രം എല്ലാവരും അറിഞ്ഞു. കനകയെ പുറത്തേക്ക് കണ്ടിട്ട് വർഷങ്ങളായെന്ന് പരിസരവാസികൾ പറയുന്നു. ഡെലിവറി ഏജന്റുമാരല്ലാതെ ആരും കനകയുടെ വീട് തേടി വരാറില്ലെന്നും അവർ പറയുന്നു. അപ്പൊ ഇതായിരുന്നു കനകയെ കുറിച്ച് മനോരമ ന്യൂസ് കൊടുത്ത ആ റിപ്പോർട്ട്. അങ്ങനെ ഇതിനെല്ലാം ഒടുവിലാണ് കനകയുടെ സുഹൃത്തായിട്ടുള്ള കുട്ടി പത്മിനി സോഷ്യൽ മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. കനകയെ പോയി കണ്ടതിന്റെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു. തമിഴിലാണ് ഇവര് പറയുന്നത്, ഞാനത് മലയാളത്തിൽ പറഞ്ഞു തരാം. അപ്പൊ കനകയെ കാണാൻ പോയ കാര്യങ്ങളാണ് இவரு പറയുന്നത്. எனக்கு ரொம்ப வருத்தமா இருக்கு. ஏன்னா தேவிகா அக்கா கையால ஊட்டப்பட்டு வளர்ந்த குழந்தை. நான் ஷூட்டிங்ல சாதம்லாம் பெசஞ்சு ஊட்டி விடுவாங்க. ஸோ என்னுடைய ஃபேன்ஸ், என்னுடைய கேபி டிவி பார்க்குறவங்க எல்லாம் கனகா அவர்களை போய் பாருங்க, கனகாவை போய் பாருங்க சொல்லிக்கிட்டே இருந்தாங்க. சரின்னு சொல்லி அவங்கள பார்க்கறதுக்காக போனால் வந்து வீடு வந்து யார் போனாலுமே வீடு பூட்டி தாங்க இருக்கு. பூட்டுனா கூட சாதாரண பூட்டு கிடையாது, அருந்ததி பூட்டு மாதிரி இருக்கும். அந்த படத்துல எல்லாம் பெரிய பெரிய பித்தளை பூட்டு, பெரிய பெரிய சங்கிலி. வீடே வந்து ரொம்ப பெயிண்டே இல்லாமல் அந்த ஜன்னல்லாம் இது கிட்ட நம்ம அபிராம்புரத்துக்கு கிட்ட வீடே ரொம்ப பழமையாக இருக்கும். ஸோ எப்படிடா உள்ளே போகிறதா இல்லையா, ஒரு லைட்டு மட்டும் எரிஞ்சுது. எப்படி இதெல்லாம் தாண்டி குதிக்க முடியாது, இது கேட்டு மேலே ஏறி குதிக்கிற வயசாக எனக்கு. ஸோ என்னடா பண்ணுறது அப்படின்னு பார்த்துட்டேங்க. ஒருவேளை டிரைவர் யாராவது குதிக்க சொன்னால் கூட ட்ரெஸ் பாசிங் ஆகிடும். அக்கம் பக்கத்தில் யாரை கேட்டாலும் எப்போ வருவாங்க தெரியாது, எப்போ போவாங்க தெரியாது. நாங்கள் கொஞ்சம் ட்ரிச்லிங்காக இருந்தது, காரில் உட்காந்துருந்தேன். கரெக்டாக ஆட்டோவில் இந்த பொண்ணு வந்து இறங்குச்சு. டிரைவர் சொன்னார், அம்மா பார்த்தா அவங்க மாதிரி இருக்குமா அப்படின்னாரு. திரும்பி பார்த்தா கனகா, ஆனால் கொஞ்சம் வெயிட் போட்டிருந்தாங்க. ரொம்ப അൻപാ പേசுനാങ്ക. അക്കാ എപ്പിടിക്കാ ഇരിക്കീങ്ക, നല്ല ഇരിക്കീങ്കളാ? വീട്ടിലേക്ക് പോയ സമയത്ത് വീടിന്റെ ഗേറ്റ് പൂട്ടി കിടക്കുമായിരുന്നു. ആരും തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൂട്ടിട്ടായിരുന്നു പൂട്ടിയിരുന്നത്. ആ വീടിന്റെ ഗേറ്റ് പൂട്ടിയിരുന്നു. അപ്പോ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു. വീട്ടില് ആരും ഇല്ലാന്ന് അറിഞ്ഞ് ഒരുപാട് വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് കനക വരുന്നത്. കനക വന്നു കഴിഞ്ഞ ഉടനെ ഈ പുള്ളിക്കാരിനെ പെട്ടെന്ന് തന്നെ മനസ്സിലായി, തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. വിശേഷങ്ങളൊക്കെ കനക കുട്ടി പത്മിനിയോട് ചോദിച്ചറിഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ്, ഇത്രയുമാണ് കുട്ടി പത്മിനി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. തുടർന്ന് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ താനും കനകയും അന്ന് കണ്ടുമുട്ടിയതിനു ശേഷം ഒരു കോഫി ഷോപ്പിൽ പോയിരുന്ന് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോ കോഫി ഷോപ്പിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കനകയോട് തുറന്ന് ചോദിച്ചു എന്നും പറയുന്നു. അതിനകത്ത് ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാണ് കുഞ്ഞെ ഇങ്ങനെ കഴിയുന്നത്? നിന്റെ അമ്മയുടെ ഒരേ ഒരു മകളല്ലേ നീ ഇങ്ങനെ കഴിയേണ്ടവളാണോ? നീ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് കുത്തിയിരിക്കാതെ നീ അതൊക്കെ വിട്ടുകള. അച്ഛൻ നിന്നെ വഞ്ചിച്ചു എന്നുള്ള കാര്യങ്ങൾ ശരി തന്നെയാണ്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, നീ അതൊക്കെ വിട്ടുകള. അയാൾക്ക് വേണ്ടതെല്ലാം നീ കൊടുത്തു കഴിഞ്ഞല്ലോ, അതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിച്ചിരിക്കണ്ട. നിന്റെ കടങ്ങളൊക്കെ തീർത്തതുപോലെ നിങ്ങൾ അതിനെ കരുതിയാൽ മതി. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം. കഴിഞ്ഞെല്ലാം മറന്ന് നീ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വാ. നിനക്ക് വേണമെങ്കിൽ പുതിയൊരു വീട് ഞാൻ ഏർപ്പാടാക്കി തരാം. നീ ഇപ്പൊ കഴിയുന്ന വീട് അതിൽ നീ ഇനി കഴിയണ്ട. നിനക്കിനി നിയമപരമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് ഒരു ലോയറെ ഞാൻ ശരിയാക്കി തരാം. ഇനി പുതിയ വീട് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തു തരാം. ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളാണ് കനകയ്ക്ക് പുള്ളിക്കാരി കൊടുത്തത്. പക്ഷെ കനക അതെല്ലാം അപ്പാടെ നിരസിക്കുകയാണ് ചെയ്തത്. അപ്പൊ കനക അന്ന് പറഞ്ഞത് ഒറ്റ കാര്യമാണ്, എനിക്ക് സർക്കാരിൽ നിന്ന് കുറച്ച് പ്രോപ്പർട്ടി കിട്ടാനുണ്ട്, അത് കിട്ടിയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യം നോക്കാമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പൊ പുള്ളിക്കാരി മുഖ്യമന്ത്രി കാണാനുള്ള സന്ദർഭമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ പുള്ളിക്കാരി വേറൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങളൊരു വിദേശ യാത്ര, കനകയോടെ ഒരു വിദേശ യാത്ര ചെയ്ത് ടൂർ പോയി അടിച്ചു പൊളിക്കാനൊക്കെ പുള്ളിക്കാരി പറഞ്ഞു. അപ്പോഴത്തേക്കും നീ എല്ലാം ഓക്കെ ആയ എല്ലാ സങ്കടങ്ങളും മാറുമെന്നാണ് പറഞ്ഞത്.
അപ്പോ കുട്ടിപ്പത്മിനി പറഞ്ഞു ഞാൻ ഇനിയും വിളിക്കും, പിന്നെ അപ്പോ ദേവി ഇത് ഫോണൊന്നും ഓഫാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇവര് പിരിയുന്നത്. പക്ഷെ കുട്ടിപ്പത്മിനി അതിനുശേഷം കനകയെ വിളിച്ച സമയത്തൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു വെച്ചതിന് ശേഷം കുട്ടിപ്പത്മിനിയോട് ഇന്റർവ്യൂർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഇപ്പം കനകയ്ക്ക് എത്ര വയസ്സായി കാണുന്നു? അതിനുള്ള മറുപടി ഒന്ന് കേട്ടോക്കാം. சரி, உங்கள்ட்ட பேசும்போது நார்மலா பேசுறாங்க? நார்மலா பேசுறாங்க, ரொம்ப நார்மலா பேசுறாங்க. மனெல்லாம் பாதிப்பு மாதிரி தெரியல. இப்போ என்ன வயசு இருக்கு உங்களுக்கு? தெரியல, கூகுளில் தான் பார்க்கணும். 45க்கு மேலே தான் இருக்கும். பெருசா ஆகலையே. ஆகலை தான், அதான் வருத்தமாக இருக்குது. ஏன்னா நாளைக்கு அவங்க இறந்தா கூட வெளியில் தெரியவே 3-4 நாள் ஆகலாம். ஏன்னா வீட்டுக்குள்ளே வேலைக்காரங்க யாரும் இருக்கிற மாதிரி தெரியல. அவங்களுக்கு என்ன உடம்பு எதாவது கேட்டிங்களா? உனக்கு என்ன உடம்பு ப்ராப்ளம் இருக்குது ஏதாவது சொல்லு கேட்டிங்களா? அப்படி ஃபர்ஸ்ட் டே எப்படி சார் கேட்குறது? இல்லை, உடம்புல ஏதாவது நான் ஃபர்ஸ்ட் டே என்ன சொன்னேன்னா, உனக்கு என்ன ஹெல்ப் வேணுமோ சொல்லி நான் பண்ணுறேன், அதை தான் நான் சொன்னேன். சாப்பாட்டுக்கு என்ன பண்ணுறாங்க? எல்லாமே ஸ்விக்கி தான். ஹெல்ப்புக்கு வேற யாரும் ஆள் கிடையாதுங்க. மிந்தி இருந்தாங்க அவங்க வீட்டில் ஆளெல்லாம் நினைக்கிறேன். ஏன்னா ஒரு தடவை ராஜ் டிவி தான் அந்த இன்டர்வியூ பார்த்தேன். அவங்க நல்லா தான் பேசிட்டாங்க ராஜ் டிவியில். அப்போ ஒரு 13 பூனை கூட இருந்தது வீட்டில். நான் கேட்டேன், இன்னும் வச்சிருக்கியா பூனை அப்படின்னு கேட்டேன். இல்லைக்கா அதெல்லாம் விட்டுரு. நல்ல வேலை என்ன, நான் 13 பூனை ஒரு வீட்டில் பூட்டின വീട്ടുക്കുள்ளே இருந்ததுன்னா നാത്തം താങ്ങ முடியாது. 45-ന് മുകളിൽ കാണുമെന്നാണ് പുള്ളിക്കാരിയുടെ മറുപടി. പിന്നെ അവര് പറയുന്നുണ്ട്, നാളെ അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറം ലോകം അറിയണമെങ്കിൽ ഒരു 3-4 ദിവസമെങ്കിലും ആകും, വീട്ടിലൊരു ജോലിക്കാരി പോലും ഇല്ല എന്നാണ്. അതൊരു ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യവും അവരോട് ചോദിച്ചിട്ടില്ലെന്നാണ് കുട്ടിപ്പത്മിനി പറഞ്ഞത്. ഫുഡ് കഴിക്കുന്നത് വരെ കനക സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വീട്ടിൽ എങ്ങനെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടിപ്പത്മിനി പറയുന്നത് ഇതാണെന്ന് കേട്ടു. அப்போ தனி வீட்டில் எப்படி தான் இருக்க முடியும்? அதுக்கு தான் சார் சரியான சமயத்தில் ஒரு ஆன்மீகத்தை நோக்கி நம்ம கால் எடுத்து வைக்கணும். ஆன்மீகம் நம்மளுடைய வாழ்க்கைக்குள்ளே வரலன்னு வச்சுக்கோங்களேன், அது நம்மளை மென்டல் ஆக்கிடும். பிகாஸ் உங்களால் யாரையுமே நம்ப முடியல. மேபி அந்த பொண்ணால் யாரையுமே நம்ப முடியல. அந்த மாதிரி ஒரு இடத்துக்கு அவங்க தள்ளப்பட்டிருக்காங்க, நான் பரிபூர்ணமாக நம்புகிறேன். இல்லைன்னா அவங்க அப்படி பூட்டிக்கிட்டு வீட்டுக்குள்ளே இருக்க வேண்டிய அவசியம் இல்லை. யார் வந்தாலும் என்னை ஏமாற்றிடுவாங்களோ, யார் வந்தாலும் என்கிட்ட ஏதாவது வாங்கிட்டு போயிடுவாங்களோ, அந்த ஃபீலிங்கில் அவங்க இருப்பாங்களோன்னு தோணுது. அதுதான் நிஜமான எனக்கு தெரியல. பட் அவங்க இவ்வளோ உலகத்துல இருந்து கட் ஆஃப் பண்றதுக்கு ஒரு காரணம் எனக்கு புரியல. இல்ல அப்படி எதையுமே பார்க்கறது இல்லைன்னா பகல் 23 தூங்கிட்டே இருந்தா என்ன ஆகுது? ഐ വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ്. പുള്ളിക്കാരി പറയുന്നത് എനിക്ക് ആരെയും വിശ്വാസമില്ല, വിശ്വസിച്ചവരെല്ലാം ചതിച്ചിട്ടേ ഉള്ളൂ. സ്വന്തം അച്ഛൻ വരെ സ്വത്തുക്കളെല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെയും വിശ്വസിക്കാത്ത രീതിയിലേക്ക് കനക മാറി. കനകയുടെ വീട്ടിൽ പുറത്ത് ആരെങ്കിലും വന്നാൽ തന്നെ എന്നെ ആരെങ്കിലും വഞ്ചിക്കുമോ, അവരെന്നെ വഞ്ചിക്കുമോ എന്നുള്ള ചിന്തയായിരുന്നു കനകയ്ക്ക്. അവരെന്നെ ഇനി തട്ടിക്കൊണ്ടു പോകുമെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കനക പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ കഴിയുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കനകയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.